തിരുവനന്തപുരം കളിയിക്കാവിളയിൽ യുവാവ് കാറിൽ കഴുത്തറുത്ത് മരിച്ച നിലയിൽ. കൈമനം സ്വദേശി ദീപുവാണ് മരിച്ചത്. വാർത്തയുടെ വിവരങ്ങളുമായി സൂര്യഗായത്രിയുണ്ട്. സൂര്യ, മരണത്തിൽ എന്തെങ്കിലും അസ്വാഭാവികത പോലീസ് പറയുന്നുണ്ടോ? എങ്ങനെയാണ് വാർത്തയുടെ വിവരങ്ങൾ? കളിക്കാവിള ഒറ്റാമരത്താണ് യുവാവിനെ കാറിനുള്ളിൽ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ നിലയിൽ കണ്ടെത്തുന്നത്. വാഹനത്തിന്റെ ഉടമ കൂടിയായ പാപ്പനംകോട് കൈമനം സ്വദേശിയായ എസ് ദീപുവിനെയാണ് മരണപ്പെട്ട നിലയിൽ കണ്ടെത്തിയിട്ടുള്ളത്. ഈ ദേശീയപാത തിരുവനന്തപുരം കന്യാകുമാരി റോഡിൽ കേരള തമിഴ്നാട് അതിർത്തിയായ കളിക്കാവിളയ്ക്ക് സമീപത്താണ് ഇത്തരത്തിലൊരു സംഭവം നടന്നത്. കഴിഞ്ഞ ദിവസം രാത്രിയിൽ മഹീന്ദ്ര കാറിനുള്ളിലാണ് മൃതദേഹം കണ്ടെത്തുന്നത്. രാത്രി 12 മണിയോടെയാണ് നാട്ടുകാരാണ് കളിക്കാവിള പോലീസിനെ വിവരം അറിയിച്ചത്. കാറിന്റെ മുന്നിലത്തെ സീറ്റിലാണ് യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. വാഹനത്തിന്റെ ഡ്രൈവറെ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. മൃതദേഹം നാഗർകോവിൽ ആശാരിപ്പള്ളം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. സംഭവത്തിൽ കളിക്കാവിള പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. നിലവിൽ കൊലപാതകമാണെന്നൊരു സംശയം നിലനിൽക്കുന്നുണ്ടോ? തുളസി, കഴുത്തറുത്ത നിലയിലാണ് യുവാവിനെ കാറിനുള്ളിൽ നിന്ന് കണ്ടെടുത്തത്. നാട്ടുകാരാണ് ഇത് പോലീസിനെ അറിയിക്കുന്നത്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കൊലപാതകം ആണ് എന്നൊരു സംശയം പോലീസിൽ ഉണ്ട്. എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ട കൂടുതൽ അന്വേഷണം ഇപ്പോൾ പോലീസ് ഊർജിതമാക്കിയിരിക്കുകയാണ്. ശരി, തിരുവനന്തപുരം കളിയിക്കാവിളയിലാണ് യുവാവിനെ കാറിൽ കഴുത്തറുത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കൈമനം സ്വദേശി ദീപുവാണ് മരിച്ചത്.